ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് റവ, കുറച്ച് സേമിയ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. ഇത് ഈവനിങ് സ്നാക്ക് മാത്രമല്ല, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് റോസ്റ്റ് ചെയ്യാം. സേമിയയുടെ കളറൊക്കെ മാറിയിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവ ചേർക്കുന്നുണ്ട്. എന്നിട്ട് റവ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ സേമിയയും റവയൊക്കെ മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ടാണുള്ളത്. അപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കപ്പും എടുക്കാം. സാധാരണ ഗ്ലാസ്സൊക്കെ എടുക്കാം. ഏതായാലും രണ്ടും ഒരേ ഗ്ലാസ്സിലോ ഒരേ കപ്പിലൊക്കെ അളന്നിട്ട് ഒരുപോലെ അളന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റവ ചേർത്തിട്ട് 1-2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/4 കപ്പൊക്കെ അളവിലാണ് തൈര് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. തൈര് എടുക്കുമ്പോൾ പുളി കുറഞ്ഞ തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ സേമിയ ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. സേമിയ സോഫ്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള, ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. അപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി ഒരു 5 അല്ലി വെളുത്തുള്ളി. അപ്പോൾ രണ്ടും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, മല്ലിയിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജീരകം ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഞാനിവിടെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. കോൺഫ്ലോറിന് പകരം വേണമെങ്കിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ കുഴച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ് എടുക്കാം, ക്യാപ്സിക്കം എടുക്കാം, പൊട്ടറ്റോ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ 2 കൈയിലും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഉരുള എടുക്കാം. അപ്പോൾ വലിയ ഉരുള എടുക്കാം, ചെറിയ ഉരുള എടുക്കാം. ഞാൻ ആദ്യം തന്നെ വലിയൊരു ഉരുളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 കൈയിലും ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ, ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാതെ ഓയിലിലേക്ക് ഇട്ടുകൊണ്ട് പരത്തിയെടുക്കാം. റൊട്ടിയൊക്കെ പരത്തുന്നത് പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണുള്ളത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുത്തു വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ്.
അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരത്തെ സ്നാക്കായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് കഴിക്കാം. ടൊമാറ്റോ സോസിൻ്റെ കൂടിയും ചട്നിയുടെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം, ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്